അങ്ങനെ ഞങ്ങൾ ബോട്ട് ഹൗസിൽ എത്തിയ ദൃശ്യങ്ങളാണിത് കാണുന്നത്. അപ്പോൾ മുകളിലോട്ടാണ് ആദ്യം ഞങ്ങൾ പോയത്. മുകളിൽ പോയി ത്രെഡ് ഗാർഡനൊക്കെ കണ്ട ശേഷം പുറത്തിറങ്ങി. ആ ത്രെഡ് ഗാർഡൻ കാണാൻ പോകുന്ന വഴിയാണിത്. അവിടെ കുതിര സവാരി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ത്രെഡ് ഗാർഡൻ കാണാനായിട്ട് കയറി. ത്രെഡ് ഗാർഡൻ കണ്ടു. അപ്പം എൻട്രൻസ് ഫീസൊക്കെ ഉണ്ടായിരുന്നു. ആ എൻട്രൻസ് ഫീസ് എടുത്തിട്ടാണ് അകത്ത് കയറിയത്. അപ്പോൾ അകത്ത് ചെയ്ത് വെച്ചിരിക്കുന്ന പൂക്കളും കാര്യങ്ങളൊക്കെ ഇതാണ്. കൈ കൊണ്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അവിടെ അത് സെയിലിനും വെച്ചിട്ടുണ്ടായിരുന്നു. സെയിലിന് 800 തൊട്ട് മുകളിലോട്ടാണ് അതിൻ്റെ വില വരുന്നത്. പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമുക്ക് തൊട്ട് നോക്കാനൊക്കെ അവർ പ്രത്യേകം അത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കയറി കണ്ടു. അടുത്ത് നമുക്ക് ഫോട്ടോസ് എടുക്കണമെങ്കിൽ എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കണമായിരുന്നു, ഒരു 20 രൂപ. അങ്ങനെ ഞങ്ങൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി ഒരു 20 രൂപയും കൂടി എക്സ്ട്രാ ചാർജ് എൻട്രൻസിൽ അടച്ചായിരുന്നു. അങ്ങനെ ഇത് കണ്ടോ, ഇതിനകത്ത് ഈ വെള്ള കളറിലെ പൂക്കളൊക്കെ, ഇതൊക്കെ 10,000-3000-ഓളം ആൾക്കാരുടെ കഷ്ടപ്പാടാണെന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ പ്യുവറായിട്ട് സൂചിയോ നൂലോ മറ്റു കാര്യങ്ങളോ ഒന്നും എടുക്കാതെ തന്നെ അവർ ചെയ്തതാണ്. ഒരു വലിയ ലാർജ് ഏരിയ ഒന്നും അല്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് ഞങ്ങൾക്ക് 3 പേർ കൂടെ 100 ആയി. ആ 100 രൂപയ്ക്ക് കാണാനുള്ള സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പല പല വെറൈറ്റി ആയിട്ടുള്ള പൂക്കൾ, പക്ഷേ അതിനകത്ത് നല്ല കൂളിംഗ് ആയിരുന്നു. അങ്ങനെ കണ്ടു. നമ്മൾ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി. അതായത് നമുക്ക് ഒരു കുറച്ച് ഡിസ്റ്റൻസ് ഒരു സൈഡിൽ കൂടെ കയറി കണ്ടിട്ട് നമുക്ക് അടുത്ത സൈഡിൽ കൂടി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. നല്ലതായിരുന്നു കാണാനൊക്കെ. ഇങ്ങനെ ഈ ഒരു വ്യൂസാണ്. ഒരു സൈഡിൽ കൂടെ ആൾക്കാർക്ക് കയറിപ്പോകാൻ. അതിനകത്തോട്ടൊന്നും നമുക്ക് കയറാൻ പറ്റത്തില്ല. അത് കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി. താഴോട്ട് നോക്കുമ്പോഴത്തേനും കാണുന്ന വ്യൂസാണിത്. താഴെ ഒത്തിരി ആൾക്കാർ കുതിരപ്പുറത്ത് സവാരിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ താഴെ ലേക്കാണ്, ബോട്ടിങ് കാര്യങ്ങൾ, അതിൻ്റെ കൂടെ പാർക്കിംഗ് ഏരിയ, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള പാർക്ക് അങ്ങനെ ഉണ്ട്. പാർക്ക് മീൻസ് ഇച്ചിരി അഡ്വഞ്ചറായിട്ടുള്ള പാർക്ക് ആണ് നമുക്കവിടെ തോന്നിയത്. പക്ഷേ ഞങ്ങളുടെ വണ്ടി 1 മണിക്കൂർ ഇതൊന്ന് കണ്ടിട്ട് വരണം, എങ്കിൽ മാത്രമേ നമുക്ക് 5-6 പ്ലേസ് അവർ പറഞ്ഞിടത്തെല്ലാം പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗത്തിൽ കണ്ടിട്ട് മുകൾവശം കണ്ടിട്ട് താഴെ ഇറങ്ങി. താഴത്തുനിന്ന് പിന്നെ ലേക്കിൻ്റെ സൈഡും കൂടെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി വന്നു. നമുക്കവിടെ നല്ല ജസ്റ്റ് നമുക്ക് പ്രതീക്ഷിച്ച പോലെ ഇതിനകത്തൊന്നും കാണാനില്ലായിരുന്നു. ഈ ത്രെഡ് ഗാർഡനിൽ ഭയങ്കര പബ്ലിസിറ്റിയൊക്കെയാണ്. പക്ഷേ താഴെ ഇറങ്ങുമ്പോൾ ഇതുപോലെ ക്യാരറ്റൊക്കെ പിഴുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങാമായിരുന്നു. അങ്ങനെ മോനും ഞാനും കൂടി ഇങ്ങനെ നടന്നു. കുതിരപ്പുറത്ത് ആൾക്കാർ സവാരി ചെയ്യുന്നതൊക്കെ കണ്ടു. പിന്നെ തൊട്ടടുത്ത് കടയിലോട്ട് പോയതായിരുന്നു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്.